ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 ഡിസംബർ മാസം 4-ാം തീയതി, വൃശ്ചിക മാസം 19-ാം തീയതി, ബുധനാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച പവന് 480 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്നലെ വീണ്ടും തിരിച്ചു കയറിയിരുന്നു. ഇന്നലെ ഒരു പവൻ സ്വർണം 320 രൂപയും ഗ്രാമിന് 40 രൂപയും ഉയർന്ന സ്വർണ്ണവില വീണ്ടും 57,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. 57,040 രൂപയിലാണ് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലും തകർച്ചയിൽ നിന്നും വീണ്ടും തിരിച്ചു കയറിയ സ്വർണ്ണവില ഇന്നലെ രാവിലെ $2,640 പരിധിയിൽ എത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം വന്ന US എക്കണോമിക് ഡാറ്റകൾക്ക് ശേഷം നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയ സ്വർണം $2,645 പരിധിയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്ത് കാര്യമായ വില മാറ്റത്തിന് സാധ്യത ഇല്ലെങ്കിലും നേരിയ തോതിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,645. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,778 രൂപ, 1 പവൻ 62,225 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,833 രൂപ, 1 പവൻ 46,669 രൂപ. ഇന്നത്തെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,130 രൂപ, 1 പവൻ 57,040 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 99 രൂപ 50 പൈസ, 1 കിലോ 99,500 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്